ഹലോ ഫ്രണ്ട്സ്, ഓട്ടോകാഡ് സിവിൽ 3Dയിൽ സർവേ ഡാറ്റ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, അതുപയോഗിച്ച് എങ്ങനെ കോണ്ടൂർ ലൈൻസ് ജനറേറ്റ് ചെയ്യാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി എൻ്റെ കയ്യിൽ ഉള്ള എക്സൽ ഫയൽ, അതിൻ്റെ ഫോർമാറ്റ് പോയിൻ്റ്, ഈസ്റ്റിംഗ്, നോർത്തിങ്, എലിവേഷൻ, കോഡ് എന്ന ഫോർമാറ്റിലെ ഒരു എക്സൽ ഫയലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ സിവിൽ 3Dയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ടൂൾ സ്പേസിൽ പോകാം. അതല്ലെങ്കിൽ നമുക്ക് ഈ സർവേ മെനുവിലും പോകാം. ഈ സർവേ മെനുവിൽ പോയി ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ പോയിന്റ്സ് എന്ന ഒരു ഡ്രോയിങ്സ് 1, അതായത് നമ്മൾ ഈ ഫയൽ സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഡ്രോയിങ് 1 എന്ന് നിന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴാണ് ഈ ഫയൽ സേവ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പേര് മാറും. നമ്മൾ ആദ്യമായിട്ട് ആ പോയിന്റ്സിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിന്റ്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇവിടെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സിൽ പോയാലും ഇതേ ഓപ്ഷൻസ് അവിടെ കിട്ടും. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ശേഷം നമ്മൾ ഡിഫോൾട്ട് ലെയർ, ഈ ഒരു സിവിൽ 3D നമ്മൾ ആദ്യമായി ഓപ്പൺ ചെയ്യുന്ന സിവിൽ 3D ഇവിടെ കാണിക്കാം. ന്യൂ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ടെംപ്ലേറ്റ്സ് കാണാം. ഈ ടെംപ്ലേറ്റ്സിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ടെംപ്ലേറ്റ് ഇത് ഓട്ടോകാഡ് സിവിൽ 3D മെട്രിക് NCS എന്നൊരു ഇതാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ലെയേഴ്സ് കാണാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് ഒരുപാട് ലെയേഴ്സ് കണ്ടില്ലേ? ഡിഫോൾട്ടായിട്ട് നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പോയിന്റ്സിനകത്ത് പോയി റൈറ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ വെച്ച് നമ്മൾ പോയിന്റ് ക്രിയേഷനകത്ത് ഡിഫോൾട്ട് ലെയർ ക്ലിക്ക് ചെയ്തിരുന്നു. നമ്മൾ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെയർ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ലെയർ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന ലെയർ വി നോഡ് എന്ന ലെയറാണ്. വി നോഡ്. ഓക്കെ, ശേഷം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ മാനുവലി ആയിരിക്കണം. മാനുവലി ആയിട്ടാണ് നമ്മളിപ്പോൾ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളതിന് ശേഷം ഇവിടെ പോയിന്റ്സിൻ്റെ ഇമ്പോർട്ട് പോയിന്റ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇങ്ങനെ ഒരു ബോക്സ് പ്രത്യക്ഷപ്പെടും. അതിൽ നമ്മൾ ഫയലിൽ സെലക്ട് ചെയ്യാം. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സലിൻ്റെ ആ ഫയൽ നമ്മൾ പ്രിവ്യൂ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് നമ്പർ, ഈസ്റ്റിംഗ്, നോർത്തിങ്, എലിവേഷൻ, കോഡ്, നമ്മൾ ഉപയോഗിച്ച കോഡ്, അതായത് പോയിന്റ്, ഈസ്റ്റിംഗ്, നോർത്തിങ്, എലിവേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു ഫോർമാറ്റിലെ കുറച്ച് പോയിന്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ സ്പെസിഫൈ പോയിന്റ് ഫയൽ ഫോർമാറ്റ്, നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഫോർമാറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തേക്ക് പോയിന്റ്സിന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഉപയോഗിച്ച ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് പോയിന്റ്, ഈസ്റ്റിംഗ്, നോർത്തിങ്, എലിവേഷൻ, ഇതാണ് പോയിന്റ്, ഈസ്റ്റിംഗ്, നോർത്തിങ്, എലിവേഷൻ, ഡിസ്ക്രിപ്ഷൻ, കോമ ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ചെയ്തത്. ആ ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. ഈ പ്രിവ്യൂക്കകത്ത് നമുക്ക് 20ഓളം പോയിന്റ്സ് പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തരും. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പോയിന്റ്സിനെ ഗ്രൂപ്പാക്കി സേവ് ചെയ്യാം. ഗ്രൂപ്പാക്കി സേവ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ആ പോയിന്റ്സിൽ അല്ലെങ്കിൽ ആ പോയിന്റ് ഗ്രൂപ്പിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് നമ്മൾ വരുത്തിയത് അത് എല്ലാ പോയിന്റ്സിലും നമുക്ക് പ്രതിഫലിക്കും. അപ്പോൾ നമ്മളിതിനെ ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യാം. നമ്മൾ ടെസ്റ്റ് അല്ലേ, ടെസ്റ്റ് എന്നോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു നമ്പർ കൊടുക്കാം, A1. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ, രണ്ട് സർഫസൊക്കെ കമ്പയർ ചെയ്ത് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ സർഫസ് എന്നോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സർഫസ് എന്നോ അങ്ങനെ പേരൊക്കെ കൊടുക്കാം. തൽക്കാലത്തേക്ക് ഞാൻ A1 എന്ന് കൊടുത്തു. അതിന് സേവ് ഓക്കെ അടിച്ചു. ശേഷം ഇവിടെ അഡ്വാൻസ് ഓപ്ഷൻസ് ഡു കോർഡിനേറ്റ് ട്രാൻസ്ഫോം ഈ പോസിബിൾ എന്നൊരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യാം. നമ്മൾ എലിവേഷൻ ഓൺ ചെയ്യേണ്ട, കാരണം നമ്മൾ കോണ്ടൂറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എലിവേഷൻ നമ്മൾ അഡ്വാൻസ് സെറ്റിംഗ് ഓപ്ഷൻസിനകത്ത് സെലക്ട് ചെയ്യാൻ നല്ലത്. ഓക്കെ, ഇപ്പം നമ്മുടെ പോയിന്റ്സ് ഇവിടെ നമുക്ക് ഇതിനകത്ത് വന്നു. അതിനായിട്ട് നമ്മൾ സൂം ആൻഡ് എക്സ്റ്റൻസ് അടിക്കുക. അപ്പോൾ നമുക്കിവിടെ പോയിന്റ്സ് കാണാം. ഓക്കെ, ഈ പോയിന്റ്സ് നമുക്ക് ഗ്രിഡ് ലൈൻസ് ഓഫ് ചെയ്യാം. ഈ പോയിന്റ്സ് വളരെ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് സ്കെയിൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം, ഒരു 1:100. ഓക്കെ, ഇനി
ഇനി ഈ പോയിന്റ്സിനകത്ത് നമുക്ക് ഇവിടെ കാണാം പോയിന്റ്സിൻ്റെ പോയിന്റ് നമ്പർ ഉണ്ട്, അതുപോലെ എലിവേഷൻ, അതുപോലെ അതിൻ്റെ കോഡ്. നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത് മാത്രം നമുക്ക് മതി നിർത്തിയിട്ട് ബാക്കി നമുക്ക് ഓഫ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ശേഷം പോയിന്റ് ഗ്രൂപ്പ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, പോയിന്റ് ഗ്രൂപ്പ് പ്രോപ്പർട്ടീസ്. ഓക്കെ, പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ ഈ ഒരു ക്രോസ് ആയിട്ട് കിടക്കുന്ന സിമ്പിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ മാറ്റാം. ഇവിടെ പോയിട്ട് എഡിറ്റ് കറണ്ട് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്താം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ കളർ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് അല്ലെങ്കിൽ ഇതിൽ പോവുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ട് അതിൻ്റെ കളർ മാറ്റാം, വൈറ്റിലേക്ക് കൊണ്ടുവരാം. ബൈ ലെയർ എന്നുള്ള ഈ ഒരു ലേബൽ മാർക്കർ ഇപ്പോൾ റെഡ് കളറിലാണ് മാർക്കർ ഇരിക്കുന്നത്, അതിനെ നമുക്ക് മാറ്റിയിട്ട് വൈറ്റിലേക്കും, അതുപോലെ ഇതിനെ നമുക്ക് ബൈ ലെയറിൽ പോയിട്ട് നമ്മൾ വൈറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് ലേബൽ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്ലൈ. മാർക്കർ നമുക്ക് ഇതിനെ നിലനിർത്താം അല്ലേ. പിന്നെ ഈ ഒരു ക്രോസിൻ്റെ എന്താ പറയുക, നമ്മുടെ ഈ ക്രോസിൻ്റെ സൈസ് നമുക്ക് മാറ്റം വരുത്താം. യൂസ് ഡ്രോയിങ് സ്കെയിൽ നല്ലത്. ആ ഡ്രോയിങ് സ്കെയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1.5 കൊണ്ടുവരാം. അപ്ലൈ. ഓക്കെ, പിന്നെ അതിനുശേഷം നമുക്ക് പോയിന്റ് ലെവൽ സ്റ്റൈൽ നമുക്ക് എലിവേഷൻ മാത്രം മതി. അപ്പോൾ എലിവേഷൻ മാത്രം നിർത്തുക, എലിവേഷൻ ഓൺലി എന്നൊരു ഇത് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് വേറെ എന്ത് ഫോർമാറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ മാറ്റം വരുത്തിയിട്ട് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഇത് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ കൊടുക്കാം. നമ്മൾ എലിവേഷൻ ഓൺലി എന്ന് സെലക്ട് ചെയ്യുന്നു. അപ്ലൈ. ഇപ്പോൾ എലിവേഷൻ മാത്രം വന്നു അല്ലേ. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എലിവേഷൻ ഓൺലി മാത്രം വന്നു. അപ്പോൾ അതിൻ്റെ ക്രോസിൻ്റെ കളർ വൈറ്റ് ആയിട്ടുണ്ട്. ലെറ്റേഴ്സ് നമുക്ക് എങ്ങനെ മാറ്റമെന്ന് നോക്കാം. അപ്പോൾ ലെറ്റേഴ്സ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പോയിന്റ് ഗ്രൂപ്പ് പ്രോപ്പർട്ടീസിൽ പോകുന്നു. ശേഷം എലിവേഷൻ ഓൺലിക്കകത്ത് പോയിട്ട് എഡിറ്റ് കറണ്ട് സെലക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടെക്സ്റ്റിൻ്റെ ഒരു ലെയർ കാണിച്ചു, ബൈ ലെയർ എന്ന് കാണിച്ചത്. ഈ ബൈ ലെയർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, വൈറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വൈറ്റായി. അപ്ലൈ. ഓക്കെ, പ്ലസ്. അപ്പം നമുക്കിവിടെ കാണാം എല്ലാം വൈറ്റായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്നൊരു സർഫസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാം. ബൗണ്ടറി നമ്മളിപ്പോൾ ചെയ്ത സർവേ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് സർഫസ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അതിനായി നമ്മൾ പോകേണ്ടത് ഇവിടെ സർഫസസിൽ പോകാം, അല്ലെങ്കിൽ സർഫസസിൽ പോകാം. നമ്മൾ ഈ സർഫസസിൽ പോയി ക്രിയേറ്റ് സർഫസിൻ്റെ പേര് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് സർഫസ് എന്നോ, എക്സിസ്റ്റിംഗ് സർഫസ്, എക്സിസ്റ്റിംഗ് സർഫസ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റൈല് ഞാനൊരു 1 മീറ്ററിൻ്റെ സ്റ്റൈല്, ഈ സ്റ്റൈലൊക്കെ നമുക്ക് ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന സ്റ്റൈലാണ്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലെയേഴ്സ്, നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഡിഫോൾട്ടായിട്ട് കിടപ്പുണ്ട്. അത് നമ്മൾ ഓട്ടോകാഡ് സിവിൽ 3D NCS മെട്രിക് എന്നൊരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ഇതിവിടെ കാണിക്കും, സർഫസിൻ്റെ ഇത്, അതുപോലെ ലെയേഴ്സ് കാണിക്കും ഡിഫോൾട്ടായിട്ട്. നമ്മൾ അതിനകത്ത് കോണ്ടൂർസ് 1 മീറ്റർ മൈനർ, 5 മീറ്റർ മേജർ എന്നൊരു ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് മെറ്റീരിയലിൻ്റെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ട്. കാരണം മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ എർത്ത് വർക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ സിവിൽ 3D ഉപയോഗിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ സർഫസിൻ്റെ ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ സർഫസിലേക്ക് നമ്മൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യണം അല്ലേ. ഒബ്ജക്ട്സ് മീൻസ് എന്തെങ്കിലും പോയിന്റ്സ് ആണ്, പോയിന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഡെഫിനേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇത്രയും സംഭവങ്ങളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഡ്രോയിങ് ഓപ്ഷൻ ആണ്, പോയിന്റ് ഫയൽസ് ആണ്, അത് PDF ഫയൽസ് ആണ്. ഇത് നമ്മളിവിടെ ചെയ്യാൻ പോയിന്റ് ഗ്രൂപ്പാണ്, നമ്മുടെ കയ്യിൽ പോയിന്റ് ഗ്രൂപ്പാണ്. നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് ചെയ്തു ആഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോയിന്റിൻ്റെ ഗ്രൂപ്പാണ് A1. നമ്മൾ സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ,
ഇപ്പോൾ നമുക്ക് കോണ്ടൂർ ലൈൻസ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് നമുക്ക് ഇവിടെ നിന്നും പോയിൻറ്റ്സ് ഇല്ല അല്ലേ, നമുക്ക് ഇവിടെ നിന്നും പോയിൻറ്റ്സ് ഇല്ല, അതുപോലെ ഈ ഭാഗത്തും പോയിൻറ്റ്സ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് പോയിൻറ്റ്സ് നമുക്കില്ല, ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇതിനകത്ത് ബൗണ്ടറി ആഡ് ചെയ്യണം, നമ്മുടെ സർവേയുടെ ബൗണ്ടറി അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൻ്റെ ബൗണ്ടറി നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പോളിലൈൻ വരച്ചെടുക്കാം അല്ലേ. പോളിലൈൻ നമ്മളിപ്പോൾ 0 എന്നൊരു ലെയറാണ് കിടക്കുന്നത്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോളിലൈൻ വരക്കാം. അതിനായിട്ട് PL എൻ്റർ അടിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ പോയിൻറ്റ്സിൻ്റെ നോഡ് മാത്രം കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് സെറ്റിങ്സ് എടുക്കുക. ശേഷം നമ്മൾ ഇതിനകത്ത് നോഡ് മാത്രം ഓൺ ചെയ്തിടാം, ക്ലിയർ ഓൾ നോഡ്. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടെയൊക്കെ അങ്ങനെ നിയറസ്റ്റ് എന്നോ അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് എന്നോ അങ്ങനെ കാണിക്കും. അപ്പോൾ അവിടെ നമ്മൾ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യും. പക്ഷെ നമ്മൾ നോഡ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓരോ പോയിൻറ്റ്സിൻ്റെ സെൻറ്റർ മാത്രം സെലക്ട് ചെയ്ത് ക്രോസ് പോയിൻറ്റ്സിൻ്റെ ക്രോസ് ഇല്ല അതിൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ സർവേ ചെയ്യുമ്പോൾ നമ്മളതിനകത്ത് ബൗണ്ടറി സെപ്പറേറ്റ് കോഡ് കൊടുക്കും. പക്ഷേ ഇവിടെ ആ കോഡ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കോഡ് BDY എന്ന കോഡോ അല്ലെങ്കിൽ ബൗണ്ടറി എന്ന എന്തെങ്കിലും ഒന്ന് കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോഡ് നമ്മൾ പോയിൻറ്റ്സിൻ്റെ ഇതിനകത്ത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോയിൻറ്റ്സുകൾ ഓരോ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് അവ തമ്മിൽ ജോയിൻ ചെയ്യാം. നമ്മളിപ്പോൾ ഏകദേശം തുടങ്ങിയ സ്ഥലത്ത് എത്താറായി, ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് C അല്ലെങ്കിൽ CL എൻ്റർ അടിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാം നമ്മൾ വൈറ്റ് ലൈൻസ് പോളിലൈനിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബൗണ്ടറി ആക്കി മാറ്റണം. അതുപോലെ ഇത്രയും കോഡ് ലൈൻസ് ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സർഫസിനകത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സർഫസ്, അതാണ് സർഫസ്. ഈ സർഫസിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം നമ്മളുടെ ഒരു പ്രിവ്യൂ നോക്കാം. അതിനായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് വ്യൂവർ എടുക്കാം. ഒബ്ജക്റ്റ് വ്യൂവർ ഇതാണ് നമ്മൾ നേരത്തെ വരച്ചേക്കുന്ന നമ്മൾ ചെയ്ത സർവേയുടെ ഒരു പ്രിവ്യൂ കൺസെപ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നതാണ് ആ ഒരു നമ്മൾ ചെയ്ത കോണ്ടൂറിൻ്റെ സർഫസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കോണ്ടൂർ ലൈൻസിൽ ക്ലിക്ക് ചെയ്യാം, അതായത് സർഫസിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ ആഡ് ഡാറ്റ ചെയ്ത് നമുക്ക് ബൗണ്ടറീസ് നമുക്ക് ബൗണ്ടറീസ് ആഡ് ചെയ്യാം, ബ്രേക്ക് ലൈൻസ് ആഡ് ചെയ്യാം, കോണ്ടൂർസ് ആഡ് ചെയ്യാം. നമുക്ക് ഈ കാണുന്ന ഓപ്ഷൻസ് എല്ലാം ആഡ് ചെയ്യാം. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബൗണ്ടറീസ് ആണ്. ബൗണ്ടറീസ് നമ്മൾ ടൈപ്പ് ഔട്ടർ ബൗണ്ടറി ആണ്. നമ്മൾ ഔട്ടർ ബൗണ്ടറിക്ക് ഒരു പേര് കൊടുക്കാം, ഔട്ടർ എന്നോ ഇത് നമുക്കൊരു പേര് കൊടുക്കാം, ഔട്ടർ ബൗണ്ടറി. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു ലൈന് നമ്മൾ നേരത്തെ വരച്ച ലൈൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ലൈൻസും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്.
ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേസ് നമ്മൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഇത് നമ്മൾ 5 മീറ്ററിൻ്റെ അതുപോലെ ഇതാണ് 5 മീറ്ററിൻ്റെ കോണ്ടൂർ ലൈൻ. ഇതിൻ്റെ കളർ വ്യത്യാസപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതിന് മോഡിഫിക്കേഷൻ വരുത്താനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ഒരു സ്റ്റൈലുണ്ട്. ഈ സ്റ്റൈലിനകത്ത് നമുക്ക് ഇവിടെ കാണാം മേജർ കോണ്ടൂർസ്, ബോർഡർ. നമുക്ക് ബോർഡർ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ട്രയാങ്കിൾസ് വേണമെങ്കിൽ ഓൺ ചെയ്യാം അല്ലേ. മേജർ കോണ്ടൂർസ്, മൈനർ കോണ്ടൂർസ്, യൂസർ കോണ്ടൂർസ്. നമുക്കിവിടെ ഇതിനെ ലെയർ ഒന്ന് മാറ്റം വരുത്താം. ഈ മേജർ കോണ്ടൂർസിൻ്റെ കളർ നമുക്കൊരു ഗ്രീൻ കളർ ആക്കാം. ഓക്കെ. ഇനി ചില ആൾക്കാർ സംശയമാണ് ഗ്രിഡ് എങ്ങനെ ഓൺ ചെയ്യാം. ഗ്രിഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓൺ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ആഡ് ലേബൽ കൊടുക്കാം. ഗ്രിഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലവിൽ നമ്മൾ സർവേ ചെയ്ത ഒരു ഏരിയക്കകത്ത് മാത്രമേ ഗ്രിഡ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇതിനേക്കാൾ നല്ലത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ലേബൽ ആഡ് ചെയ്യാമെന്നായിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ കോണ്ടൂർസിലേക്ക് പോകുക. കോണ്ടൂർസ് അതിന് പോയിട്ട് നമുക്ക് ഈ കോണ്ടൂർസ് ഒന്നുകൂടെ സ്മൂത്ത് ആവണം അല്ലേ. കോണ്ടൂർ ഒന്നുകൂടെ സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കോണ്ടൂർസിൽ പോയി കഴിഞ്ഞിട്ട് അതുപോലെ കോണ്ടൂർ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കോണ്ടൂർ നമ്മൾ 1 മീറ്റർ മൈനറും 5 മീറ്റർ മേജറും എന്നൊരു ഇൻ്റർവെൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോണ്ടൂർ ജനറേറ്റ് ചെയ്തു. ഇത് നമുക്ക് ഇതിനേക്കാളും കൂടുതൽ കോണ്ടൂർ ലൈൻസ് വേണം, അല്ലെങ്കിൽ ഇത് കാണാനൊരു ലുക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു സർഫസ് സ്റ്റൈലിനകത്ത് പോയിട്ട് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെല്ലിൽ മാറ്റി കൊടുക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടൂർ ഡിപ്രഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഡിപ്രഷൻ മീൻസ് താഴ്ച, അല്ലെങ്കിൽ എങ്ങോട്ടാണ് താഴ്ച എന്നുള്ളൊരു ആരം മാർക്ക് വെച്ച് ഡിപ്രഷൻ കാണിച്ചു തരും. അതിനുശേഷം അതിന് നമുക്ക് കോണ്ടൂർ സ്മൂത്ത് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ട്രൂ കൊടുക്കുക. ശേഷം ഇത് കോണ്ടൂർ സ്മൂത്തിനെങ്കിൽ മാക്സിമം കൊടുക്കുക, ഇൻക്രീസ്, അപ്ലൈ. ഓക്കെ. അപ്പോൾ സ്മൂത്ത് ആയിട്ടാണ് കോണ്ടൂർ ലൈൻസ് കിടക്കുന്നത്. അതുപോലെ നമ്മുടെ മേജർ കോണ്ടൂർ ലൈൻസ് ഗ്രീൻ കളറിലാണ് അല്ലേ. ഒബ്ജക്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് വ്യൂവർ, ഇത് റോഡാണ്. ഇതിങ്ങനെ റോഡ് കയറി പോകുന്നുണ്ട്. ഇത് എങ്ങനെയാണ് റോഡ് എന്നുള്ളത് കോൺസെപ്റ്റിലാണ്. ഓക്കെ. ഇനി ഈ ഇത്രയും കാര്യങ്ങൾ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ നമുക്ക് ടൈറ്റിൽ ബ്ലോക്ക് ആഡ് ചെയ്യാം, അതുപോലെ ഗ്രിഡ് ലൈൻസ് ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പിന്നെ ഇതിനെ നമുക്ക് PDF മാറ്റാം, എങ്ങനെ സ്കെയിൽ ഓഫ് ചെയ്യാം, ഈ വിഷയത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.